ങ്ങളൊന്നും അവർക്കില്ല. ഇപ്രകാരം ഒരു ആരാധന they can not be dreaming of. ഒത്തിരി ബുദ്ധിമുട്ടാണ്. But one thing which baffled me was that we went to a church far top of the mountain, 3500 feet ഹൈറ്റിലുള്ള ഒരിടത്ത് ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ പോയപ്പോൾ കണ്ട ഒരു കാര്യം. The meeting was supposed to start at 11 o'clock. We reached there by 10:30, and an elderly woman of maybe around 70 years old, she was there standing in front of the church. And what I could understand is that she started from her house at 4:30 in the morning. രാവിലെ 4:30 ഇറങ്ങി നടന്ന് താൻ 10:30 ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 6 hours she had to walk. ഞാൻ സത്യം പറഞ്ഞാൽ ഒത്തിരി ലജ്ജിതനായി. അവരുടെയൊക്കെ ആ സമർപ്പണവും പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും ആകർഷണീയമായി ചിലപ്പോൾ നമ്മുടെ ശൈലിയിൽ തോന്നത്തില്ല. ബട്ട് ദെൻ ആ ദൈവത്തോടുള്ള സ്നേഹം, ആൻഡ് ഷീ വുഡ് ബി കമ്മിങ് ഇൻ ദൈവത്തിൻ്റെ ദാസന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റാണ്. ഷീ വുഡ് കം ഇൻ ആൻഡ് ഹോൾഡ് അവർ ഹാൻഡ്, കിസ് ഇറ്റ്. And when I came to know about her story, 2 of her grandson, she lost when 2 months back there was a landslide. അവിടുത്തെ ആ മണ്ണിടിച്ചിലിൻ്റെ സമയത്ത്, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് 2 കുഞ്ഞുങ്ങൾ 14 years and 16 years old, അവർ ഒഴുകിപ്പോകാനിടയായി. എങ്കിലും ആ ദൈവത്തുള്ള സ്നേഹത്തിനൊട്ടും കുറവില്ലാതെ നിൽക്കുന്ന എത്രയോ പേര് അവിടെ കാണാനിടയായി. ദൈവത്തിന് സ്തോത്രം. സാധ്യതകളൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. എനി മോമെൻറ്റ് ദേ വിൽ ബി കോട്ട്. അതാണ് അവിടുത്തെ രസകരമായ സംഭവം. ഏത് സമയത്തും അവർ പിടിക്കപ്പെടും. അവിടെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ സംബന്ധിച്ച്, ഇവിടെ നമ്മുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ദെം. പക്ഷേ അവിടുത്തെ സംബന്ധിച്ച് ഏത് സമയത്തും ദേ ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട്, ദേ വിൽ ബി കോട്ട്. അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് എത്രയോ പേര് വിശ്വസ്തമായിട്ട് ദൈവത്തെ സേവിക്കുന്നത് കാണാനിടയായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. One thing, as dear brother was saying, that we can pray for them. നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇവിടെ പോകാൻ കഴിയത്തില്ല. ഞാൻ ചിലപ്പോഴെങ്കിലും ചിന്തിക്കും, when I am there out in the field, എന്തും സംഭവിക്കാം. അവർക്കൊരു നിർബന്ധമൊന്നുമില്ല ആരാണ് എവിടെ നിന്ന് വരുന്നു. അവരേത് സമയത്ത് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിയമപ്രകാരം they can easily take us to the jail. ഈസിയാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ദെൻ ഒരു കാര്യം ദൈവത്തിൻ്റെ ജനത്തോട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ വഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളൊത്തിരി കംഫർട്ടിൽ നിൽക്കുന്നവരാണ്. അഗെയിൻ ആൻഡ് അഗെയിൻ ലെറ്റ് മീ ടെൽ യു, നമ്മൾ ഈ ദുരിതങ്ങളും ഞെരുക്കവും ഒക്കെ നമ്മൾ പറയുന്ന പരിമിതമായിട്ടുള്ള നമ്മുടെ അവസ്ഥകളിൽ നിന്ന് പറയുക. അവരെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതിനുശേഷം വരുന്ന 5 or 8 പേരെല്ലാവരും രാവിലെ 5:30 ആയപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. ആൻഡ് യു ഷുഡ് നോ ദാറ്റ് അവർ ഈ കടന്നു വരുന്ന ഇടങ്ങളിലൊക്കെ വൈൽഡ് ആനിമൽസ് ഉണ്ട്. ദർ ആർ വൈൽഡ് ആനിമൽസ് ദർ. എന്തും സംഭവിക്കാം. പക്ഷെ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ആ ദൈവ സ്നേഹത്തിൽ അവരൊക്കെ വരുമ്പോഴേ, ഈവൻ വെൻ വി ഹാവ് ഗോട്ട് ഓൾ ദ ഫെസിലിറ്റി, കാർ ആൻഡ് ബൈക്ക് ആൻഡ് ഓൾ ദി പബ്ലിക് ട്രാൻസ്പോർട്ട് വിത്ത് അസ്, നമ്മൾ എത്രയോ പേര് ലാഘവത്തോടാണ് ഇതിനെയൊക്കെ കാണുന്നത്. മൈ ഡിയർ വൺസ്, ലെറ്റ് us be revived. നമുക്കൊന്ന് ഉണരാം കർത്താവിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കാലമൊന്നും സുഗമമായിട്ട് നമ്മൾ പോകത്തില്ല. ഫോർ ഷ്യൂർ ഇറ്റ് ഈസ് കമ്മിങ് ടു അസ്. ഒരു നാൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണരുന്നതിനേക്കാൾ നല്ലതല്ലയോ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങ് ഉണർന്ന് അതൊന്നും വരാതെ വണ്ണം കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. Let me thank God for that. In the midst of my sermon, if God is giving me something, I would like to declare about it. Let's take 1 Thessalonians chapter 5 and verse 16. I would entitle my sermon as God's will in Christ Jesus. God's will in Christ Jesus. 16, 17 and 18. Somebody can read. Rejoice always. Pray without ceasing. In everything give thanks, for this is the will of God in Christ Jesus for you. This is the will of God in Christ Jesus concerning you and me. ഇതാകുന്നു നമ്മെ സംബന്ധിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. വാട്ട് ഈസ് ദാറ്റ്? റിജോയ്സ്. എപ്പോഴും സന്തോഷിപ്പിൻ. ഈ ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മളെക്കുറിച്ച്. ഫോർ വൺ ഹു ഇസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, വൺ ഹു ഇസ് എ ക്രിസ്ത്യൻ, അവരെ സംബന്ധിച്ച് എപ്പോഴും
കർത്താവിൽ സന്തോഷിക്കുക. ഞാനിതൊക്കെ വായിക്കുമ്പോൾ ഐ ഹവ് തോട്ട് മെനി ടൈംസ്, ഹൗ കുഡ് ഇറ്റ് ബി പോസിബിൾ? എപ്പോഴും എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുന്നത്? വി ബീങ് ഹ്യൂമൻ ബീയിങ്, നമുക്കെപ്പോഴും നമ്മുടെ മനസ്സ് ചിലപ്പോഴൊക്കെ അലട്ടപ്പെടാം, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ശ്രദ്ധ മാറിയേക്കാം, അസ്വസ്ഥതകൾ ഉളവാകാം. നമുക്ക് വി കുഡ് ബി ഗോയിങ് ത്രൂ എയിൽമെൻറ്റ്സ് ആൻഡ് സിക്നെസ്. ഹൗ ക്യാൻ വി ബി റിജോയ്സിങ്? പക്ഷേ കുറച്ച് വഴികൾ Paul himself has said. When we read in verse 5, what does it say? 5 verse 12. 5 in verse 12. And we urge you, brethren, to recognize those who labor among you and are over you in the Lord and admonish you. അത് ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം. സഹോദരന്മാരെ, ഞങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ ഞങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം നമ്മളവരെ എന്തോ ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. ലെറ്റ് മീ ടെൽ യു, വൺ ഹു ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട്, ഇവിടെ നിൽക്കുന്നവരാരും പെർഫെക്റ്റ് അല്ല. നോബഡി ഈസ് പെർഫെക്റ്റ്. ഒത്തിരി അഭാവങ്ങളും ന്യൂനതകളും വീഴ്ചകളും ഉള്ളവരുമാകാം. പക്ഷേ നമുക്ക്, ഐ എം ടോക്കിംഗ് അബൌട്ട് റിജോയ്സിങ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. എങ്ങനെയാണ് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നത്? സി, ഐദർ വി ക്യാൻ അവരെ സംബന്ധിച്ച് മാർക്കിട്ടും പലതുമൊക്കെ പറഞ്ഞുമൊക്കെ നമുക്ക് പോകാം. അല്ലെങ്കിൽ അവർ ക്രിസ്തുവിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നവരാണ്, നമ്മളെ ഉപദേശിക്കുന്നവരാ, ചിലപ്പോൾ ശകാരിച്ചെന്നിരിക്കാം. പക്ഷെ അവരെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ വേ ടുവേർഡ്സ് യു ടു ബി റിജോയ്സിങ് ഇൻ ദ ലോർഡ്. കർത്താവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ചില വഴികൾ ഞാൻ ആ വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ഗ്രഹിച്ചതാണ്. അടുത്തതൊക്കെ നമ്മൾ വായിച്ചു വരും. See, very often we tend to criticize. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം, when I stand in front, ഒരു മുൻവിധിയുമില്ലാതെ ഞാനിവിടെ നിൽക്കുന്നു. ഒരു മുൻവിധിയുമില്ല ആരോടും. പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു സ്നേഹത്തിൽ കണ്ട് അവരെ ഒന്ന് ഉയർത്താനോ ആരെങ്കിലും കണ്ട് താഴ്ത്താനോ ഒരു മനോഭാവമില്ല. ബട്ട് അറ്റ് ടൈംസ് വെൻ വി ആർ പ്രോംപ്റ്റഡ് ബൈ ഹോളി സ്പിരിറ്റ്, ചിലപ്പോൾ പറയുന്ന വാക്കുകൾ you could be having a feeling that ഇത് എന്നോട് പറയുന്നതാ, ഇത് ഡെലിബറേറ്റ് ആയിട്ട് പറയുന്നതാ അറിഞ്ഞു. ബട്ട് ഇറ്റ് ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്. Honestly, with the word of God in my hand, let me tell you, ഇവിടെ നിൽക്കുന്നവർ വല്ലതും പറയുന്നുണ്ടെങ്കിൽ it is for your good. They would admonish you, they would discipline you. Why? Because അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. I tell you, I being a father, എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഞാൻ അവരെ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. And I don't want that to be happening also. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. But my conscience is clear that I am a father and I have got a responsibility. എനിക്കൊരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചിലപ്പോഴെങ്കിലും ഞാൻ വഴക്ക് പറയും. ഇഷ്ടമുള്ളതുകൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല. But I tend to do that. Why? Because I am a father. I need to discipline them. And I would be telling my children, മോനെ, നിങ്ങൾ ഭാരപ്പെടണ്ട, മേ ബി അനദർ 10-20 years ചിലപ്പം ഞങ്ങളുടെ കൂടെ ഒക്കെ കണ്ടേക്കാം. അതിനുശേഷം ഒന്നും ഇപ്രകാരം ഒരു വേൾഡ്ലി ഫാദർ മൈറ്റ് നോട്ട് ബി ദെയർ വിത്ത് യു ഓൾ. അത്രയും നാളത്തേക്കൊക്കെ സഹിച്ചാൽ മതി. ബട്ട് റൈറ്റ് നൗ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു ദാറ്റ് യു ടേക്ക് ഇറ്റ്. നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. The same way the servant of God standing here, അതാണ് നമ്മൾ വായിച്ചു വരുന്നത്. You need to esteem them very highly in love for their work's sake. എങ്ങനെയാണ് ഇവരെ കാണേണ്ടത്? സ്നേഹത്തിൽ കാണണം. അവരുടെ പരിമിതിയിൽ കണ്ട് സ്നേഹമുണ്ടെങ്കിൽ, ഇഫ് ഐ എം കമ്മിറ്റിംഗ് സംതിങ് റോങ്, നത്തിങ് റോങ് ഇൻ ദാറ്റ്, യു കം ടു മീ, പാസ്റ്റർ, വാട്ട് യു വെർ ഡൂയിങ് ഓർ വാട്ട് യു വെർ സേയിങ് ഇസ് നോട്ട് കറക്റ്റ്. ഇസ് ഇറ്റ് റൈറ്റ് ഫ്രം ദി വേർഡ് ഓഫ് ഗോഡ് എന്ന് വേണമെങ്കിൽ ചോദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി ഒന്നും ചെയ്യരുതേ എന്ന് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ് ലെറ്റ് മീ. നമുക്ക് റിജോയ്സ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ കണ്ടെത്തിയ ചില ഭാഗങ്ങളാണ് ഐ എം ടോക്കിംഗ് ടു യു ഓൾ. What is the next verse saying? Verse 13. And to esteem them very highly in love for their work's sake. And to love them for their love's sake. Okay, come to the next one. Be at peace among yourselves. Now, and you see, hold on please. And with this 12 and 13, one thing which I've noticed is that we know about the story of Moses. മോശ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണ്, പരിമിതികളുള്ള മനുഷ്യനാണ്. And what he did is that he married a Cushite woman. കൂശ്യ ഒരു സ്ത്രീയെ താൻ വിവാഹം കഴിച്ചു. അത് ചെയ്യാൻ പാടില്ലാത്തതാ. ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ what he did was wrong. But being an anointed one, his own brother and sister, തൻ്റെ സ്വന്തം സഹോദരങ്ങളായ അഹരോനും മിരിയമും, they criticized him. How could you do this? ഏത് അധികാരത്തിലാണ് നിങ്ങൾ ചെയ്തത്? അവർ സഹോദരങ്ങളാണ് രക്തത്തിൽ. But we know the story that what happened to Miriam, a prophetess, a leader amongst Israelites. തനിക്ക് എന്തോ പറ്റി? തൻ്റെ ശരീരത്തിൽ she
had leprosy. നോക്കിക്കോണേ, ഇത് ലാസ്റ്റിൽ Moses had to pray. Aaron came and pleaded to Moses, please pray for Miriam. അങ്ങനെയാണ്, പ്രാർത്ഥനയിലാണ് തനിക്ക് വിടുതലുണ്ടായത്. Why it happened? For the reason that although he was their brother, but then they were not supposed to do that. അവർക്ക് ചെയ്യാമായിരുന്നു. Publicly they rebuked him. Publicly they did that. അതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഭേദമായിരുന്നു സഹോദരനായ മോശയുടെ അടുത്ത് തൻ്റെ ചേച്ചിയായ മിരിയം വന്നിട്ട് പറഞ്ഞേനെ, മോനെ നീ ചെയ്തത് ശരിയാണോ, അങ്ങനെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ കൊള്ളാമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. But what they did is something which they were not supposed to do. That was the reason for her affliction. My dear ones, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ചിലപ്പോൾ തോന്നും നിൽക്കുന്നവർ അവർ വീക്കാകാം, അവരിൽ കുറവുകളൊക്കെ ഉണ്ടായേക്കാം. ബട്ട് വെൻ യു സേ സംതിങ് പബ്ലിക്ലി, സംതിങ് ഐ ഹാവ് സീൻ സോ മെനി പീപ്പിൾ ഗോട്ട് അഫ്ലിക്റ്റഡ് ഫോർ ദിസ് റീസൺ. ഒത്തിരി പേര്. വെൻ ഐ വാസ് ഇൻ മാർത്തോമ ചർച്ച് ഇയേഴ്സ് ബാക്ക്, ഐ ഹേർഡ് എ സ്റ്റോറി. ഇറ്റ് ഈസ് ഇൻ എ മാർത്തോമ ചർച്ച്. ദ പ്രീസ്റ്റ് ഇസ് സിറ്റിംഗ് there. Some meeting is going. One person comes in. For some reason, he had opposition to the priest. താൻ അകത്തേക്ക് വന്നിട്ട് ഫ്രണ്ടിൽ പണ്ട് റാന്തൽ വിളക്ക് 1970s റാന്തൽ വിളക്ക് ഇരിക്കുകയാണ്. മീറ്റിംഗ് ഈസ് ഗോയിങ് ഓൺ. ദാറ്റ് പേഴ്സൺ കംസ് ഇൻ. ഹി കംസ് ഇൻ. ആ റാന്തൽ വിളക്കിലേക്ക് ഒറ്റ അടിയടിച്ചു. ദ പ്രീസ്റ്റ് ഹു വാസ് സിറ്റിംഗ് there, he started crying. പെട്ടെന്ന് താൻ പൊട്ടി, താൻ കരയാൻ തുടങ്ങി. And you know what happened with that particular person? തൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും താൻ നൂന്നിട്ടില്ല. മൈ ഡിയർ വൺസ്, ഒത്തിരി പേര് ഈ കഷ്ടതയിലൂടെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അവർക്ക് സന്തോഷിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, അവർ പലതിനും നിസ്സാരമായിട്ട് കാണുന്നു, പുച്ഛമായി കാണുന്നു. ദാറ്റ് ഈസ് ദ റീസൺ. ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് വേഴ്സ്? വേഴ്സ് 13. Now we exhort you, brethren, warn those who are unruly. No, 13. Just before that. And to esteem them very highly. In love for their work's sake. Yeah, after that. Be at peace among yourselves. And be at peace among yourselves. One thing which we need to maintain is peace among ourselves. We know Matthew chapter 5 and verse 9, what does it say? Blessed are the peacemakers, for they will be called sons of God. Peacemakers, അത് ഭയങ്കര ഒരു സംഭവമാണ്. പീസ് ഉണ്ടാക്കുക. ചിലപ്പോൾ ഒത്തിരി പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും you need to be a peacemaker. A Christian need to be a peacemaker. എല്ലാം കൊളുത്തി വിടുന്നവരാകരുത്, എല്ലാത്തിനെയും ഇളക്കി വിടുന്നവരാകരുത്. ഒത്തിരി പേരുടെ സ്വഭാവം അങ്ങനെയാണ്. കൊച്ചൊരു കാര്യത്തെ സംബന്ധിച്ച്, ഒരു നിസ്സാര കാര്യത്തെക്കുറിച്ച് അവരൊത്തിരി അങ്ങ് എന്താ പറയുക, ഇൻഫ്ലേറ്റ് ചെയ്യും. ഡോണ്ട് ബി ഡൂയിങ് ദാറ്റ്. റിഡ്യൂസ് ഇറ്റ്, ഡിപ്ലീറ്റ് ഇറ്റ്. ചെറുതാക്കിയതിനെ കാണണം, നിസ്സാരമാക്കണം, അതിനെ വലുതാക്കരുത്. അറിയാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ഒന്നും പറയരുത്. Rather we should be peacemakers. To have peace with each other. ദൈവസഭയിലുള്ളവരാണെങ്കിലും കുടുംബത്തിലുള്ളവരാണെങ്കിലും we need to have peace. എത്രയോ പേര് സമാധാനമില്ല, അന്യോന്യം പീസ് ഇല്ല. And that is the reason why we cannot be rejoicing. നമുക്ക് അതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയാത്തത്. ഇതൊക്കെ these are the reasons. My dear ones, നമുക്ക് ആരോടെങ്കിലും ഒരു അസമാധാനമുണ്ടോ, ഒരു അസ്വസ്ഥതയുണ്ടോ, അടുക്കാൻ കഴിയാത്തൊരു മനോഭാവമുണ്ടോ, ഉണ്ടെങ്കിൽ we need to pray to God. കർത്താവേ, എനിക്ക് ആ മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, തൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ്. You can pray to God in that fashion. But if you're not doing, if you're not maintaining peace, let me tell you, you cannot be rejoicing in the Lord. Hallelujah. Again, when we look into verse 14. Now we exhort you, brethren, warn those who are unruly, comfort the faint-hearted, uphold the weak, and be patient with all. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. What we tend to do is that unruly ones, when we find somebody, നമുക്ക് അവരോട് ഇഷ്ടം തോന്നത്തില്ല, പ്രബോധിപ്പിക്കത്തില്ല, നമ്മൾ അവരെ ഒത്തിരി നിശ്ചിത്തമായിട്ട് വിമർശിക്കും, അവരെ തള്ളിക്കളയും, അവരെ ഖണ്ഡിക്കും, അവരെ തേജോവധം ചെയ്യും. We don't want to be along with them. നമുക്ക് അവരോടൊപ്പം ഒരിക്കലും അങ്ങോട്ട് നീങ്ങാൻ തോന്നത്തില്ല. ഇത് ചെയ്യരുത്. Somebody is unruly, you need to exhort them. അതല്ലേ, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. ഉൾക്കരുത്തില്ലാത്തവർ, ചിലവർ ഉൾക്കരുത്ത് കാണത്തില്ല, they might be weak. അവരോട് എന്തുവാ നാം ചെയ്യേണ്ടത്? അവരെ നിസ്സാരന്മാരായി, കരുത്തും കഴിവൊന്നും ഇല്ലാത്തവനാ, ഇവരൊക്കെ ആണോ
നിൽക്കുന്നത്, നടക്കുന്നത്. നോ, യു ഡോണ്ട് ബി ടെല്ലിങ് ദാറ്റ് ടു ദാറ്റ് പേഴ്സൺ. അങ്ങനെ നമ്മൾ ചിലവരെ പുച്ഛമായി കാണാൻ തുടങ്ങുമ്പം വി ആർ ക്വസ്റ്റ്യനിങ് ഗോഡ്, ഹു ഇസ് ഹിസ് ക്രിയേറ്റർ, ഹെർ ക്രിയേറ്റർ. സൃഷ്ടിതാവായ ദൈവത്തെ ചോദ്യം ചെയ്യുക. ഹൗ കം യു ഹാവ് ക്രിയേറ്റഡ് ദിസ് പേഴ്സൺ ഇൻ സച്ച് എ ഫാഷൻ, സച്ച് എ വേ? അത് ചെയ്യരുത്. ക്രമം കെട്ട് നടക്കുന്നവരുണ്ടാകാം, നമ്മൾ അവരെ എന്തോ ചെയ്യണം? എക്സോർട്ട് ചെയ്യണം. വീക്കായിട്ടുള്ളവരുണ്ടാകാം, അവരെ നമുക്ക് നേർവഴിയിൽ കൊണ്ടുവരണം. അവർക്ക് പ്രബോധനങ്ങൾ കൊടുക്കണം, അവരെ ഇൻസ്പയർ ചെയ്യണം, അവരെ ഉത്തേജിപ്പിക്കാൻ നാം ശ്രമിക്കുന്നവരാകണം. അവരെ തള്ളിക്കളയരുത്. വി ആർ നോട്ട് അലൈക്ക്. നമ്മളെല്ലാവരും ഒരുപോലല്ല. വി ആർ ഓൾസോ ഡിഫറെൻറ്റ്. എത്രയോ വ്യത്യസ്തരാണ് നാം എല്ലാവരും. ചിലർ ഭയങ്കര കോമ്പറ്റീറ്റൻ്റ് ആകാം, കരിസ്മാറ്റിക് ആകാം. ചിലവർക്കുള്ള സവിശേഷതയാണ് ദൈവം അവരെ അങ്ങനെ ആക്കിയിരിക്കുന്നു. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ബട്ട് ദെൻ അങ്ങനെ അല്ലാത്തൊരുവനെ കണ്ടാൽ അവനെ പുച്ഛിച്ച് കളയരുത് എന്നാണ് പൗലോസ് പറയുന്നത്. യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. വി മൈറ്റ് ബി ഇൻ്റലക്ച്വൽ. ഇത്തിരി കഴിവ് നമുക്കുണ്ടായേക്കാം. മറ്റുള്ളവരെ കാണുമ്പം, ചിലവരുടെയൊക്കെ പെരുമാറ്റവും ഇടപെടലൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നാറുള്ളത്. അങ്ങനെ വരരുതേ. The other day most of us might have heard the testimony of Jemima Roderick. താൻ എന്തുവാ പറഞ്ഞത്? താൻ പറഞ്ഞു, for many days continuously, and she is a star cricketer of Indian World Cup team. താൻ പറഞ്ഞു, എത്രയോ നാളുകൾ എനിക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല, കരച്ചില്ല. I couldn't. താൻ ഈ വേൾഡ് കപ്പ് സെമി ഫൈനൽ കളിക്കുന്ന സമയത്ത് തനിക്ക് നടക്കാൻ ത്രാണിയില്ല, നടക്കാൻ വയ്യ. ഒറ്റ വേഴ്സാണ് ഫ്രം എക്സോഡസ് which kept her going. Stand still and know that God will fight for you. ഒറ്റ വാക്കിന്റെ പുറത്ത് താൻ നിന്നു. തനിക്ക് നീങ്ങാൻ വയ്യ, തന്റെ കാലുകളൊക്കെ പിടിച്ചു. But she went on. Why? She was weak. ലോകത്തിന് ഈ തത്വം മനസ്സിലാകത്തില്ല, പക്ഷെ നമ്മെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ടാകണം. നമ്മുടെ മധ്യത്തിൽ ആരെങ്കിലുമൊക്കെ ക്ഷീണിതരോ, നമ്മളെപ്പോലെ വലിയ കഴിവോ പ്രാപ്തിയോ ഒന്നും ഇല്ലാത്തവർ, എവിടെങ്കിലും മാറി ഒതുങ്ങിയിരിക്കുന്നവരെ ഒറ്റപ്പെടുത്താതെ തള്ളിക്കളയാതെ അവരെ കൈത്താങ്ങുന്നതാകണം നമുക്ക് റിജോയ്സ് ചെയ്യാനുള്ള അടുത്തൊരു പ്രതിവിധി പോൾ പറഞ്ഞു തരിക. ഹൗ ക്യാൻ വി ബി റിജോയ്സിങ്? ഒരാളെ നമ്മൾ നിസ്സാരമായി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, അല്ലേ? അവളെ ഫൂളിഷ് എന്ന് വിളിക്കാൻ പാടില്ല. ഹിന്ദി ഞങ്ങൾ പറയും, തുമുനെ നിക്കമ്മ മത് ബുലാവോ, ഐസ നീ ബുലാ സക്തിയോ. അങ്ങനെ പറയാൻ പാടില്ല. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. You need to encourage the timid, help the weak. And what does the next verse say? See that no one renders evil for evil to anyone, but always pursue what is good, both for yourselves and for all. Be patient. Just verse 14, please. Be patient toward all men. അത് നമ്മളൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒരാൾ വല്ലതും പറഞ്ഞാൽ തിടുക്കത്തിൽ പ്രതികരിക്കരുത്. Be patient. We need to be fast to be hearing and slow to anger. No, slow to respond. പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ചെയ്യരുത്. ബി പേഷ്യൻറ്റ്. ആൻഡ് പേഷ്യൻസ് ഇസ് വൺ ഗ്രേറ്റ് ക്വാളിറ്റി ഓഫ് എ ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ നീഡ് ടു ബി പേഷ്യൻറ്റ്. സാവധാനതയുള്ളവരാകണം, സമാധാനമുള്ളവരാകണം, തിടുക്കത്തിലൊന്നും പ്രതികരിക്കാത്തവരാകണം. യു തിങ്ക് ഓവർ എത്രയോ ഇടങ്ങളിലുള്ള പ്രശ്നത്തിൻ്റെ കാരണം എന്താ? തിടുക്കത്തിൽ കയറി പറയും, ഫാസ്റ്റായിട്ട് തിരിച്ചടിക്കും. ഒറ്റ വാക്കിൻ്റെ പുറത്ത് ഇറ്റ് മൈറ്റ് ഗോ അപ്പ്. യുനോ, ഇൻ ദ പ്ലേസ് വെയർ ഐ വെൻറ്റ്, ജമ്മുവിലാണ് ഞങ്ങൾ പോയത്, കാശ്മീർ സൈഡിലേക്ക് പോയില്ല. ജമ്മു വാസ് സോ മച്ച്, ഇതുവരെയും പ്രശ്നമില്ലാത്തൊരു സ്ഥലമായിരുന്നു. വാട്ട് ഹാഡ് ഹാപ്പൻഡ് ഇസ് ദാറ്റ് എ യങ് മിനിസ്റ്റർ, ഒരു ചെറുപ്പക്കാരനായ മിനിസ്റ്റർ, താൻ ആവേശത്തിൻ്റെ പുറത്ത് യൂട്യൂബിൽ തൻ്റെ മെസ്സേജുകൾ ഇട്ടു. മെസ്സേജ് ഇടുന്ന വേളയിൽ താൻ പറഞ്ഞു വന്നപ്പം അവിടുത്തെ പല ദേവിമാരെയൊക്കെ താൻ ഖണ്ഡിച്ചു പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ഫോർ ദി സെയിം റീസൺ. ഒറ്റ കാരണം കൊണ്ട് ആ ദേശം മൊത്തം പ്രശ്നമായി. ദി അതർ ഡേ what I could read is that first FIR was registered now in Jammu. ഇതുവരെയും ജമ്മുവിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഇളകി കണ്ടോ, ഒരു മനുഷ്യൻ പേഷ്യൻസ് ഇല്ലാതെ ആവേശത്തിൽ വന്ന് പലതുമൊക്കെ ചെയ്തതിൻ്റെ പ്രതിധ്വനിയാണ് what had happened there. മൈ ഡിയർ വൺസ്, നമുക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആവേശമൊക്കെ വരും, പലതുമൊക്കെ പറയാൻ തോന്നിപ്പോകും. ചിലവരെയൊക്കെ കാണുമ്പോൾ അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ല, എങ്ങനെങ്കിലും ഒരു വാക്ക് പറഞ്ഞേ മതിയാകത്തുള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് ഫീലിംഗ് വുഡ് ബി ദെയർ ഇൻസൈഡ്. മൈ ഡിയർ വൺസ്, ഇറ്റ് മൈറ്റ് കോസ് ഹാവോക്ക്. ചെയ്യരുത്. ഡോണ്ട് ബി ഡൂയിങ് ദാറ്റ്.
പേഷ്യൻസ് നമുക്ക് ഉണ്ടാകണം. നോക്കിയാൽ മതി, പേഷ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പ്രശ്നങ്ങൾ ഈ വിധത്തിലാകത്തില്ലായിരുന്നു. That is one of the quality, a faculty which a Christian need to be having. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. What is the next verse? 15. 5:15. See that no one renders evil for evil to anyone. Evil for evil unto any man. ചിലപ്പോൾ നമുക്ക് ദോഷമായി പലതുമൊക്കെ ചെയ്യുന്നവരുണ്ടാകാം. ബട്ട് യു ആർ നോട്ട് സപ്പോസ് ടു റെസ്പോണ്ട് ഇൻ ദാറ്റ് മാനർ. അവരെ അതുപോലെ റെസ്പോണ്ട് ചെയ്യരുത്. I'm giving you some tips to be rejoicing in the Lord. നമ്മൾ പലപ്പോഴും ഈവിൽ ആരെങ്കിലും നമുക്കെതിരായി ചെയ്താൽ ഇറ്റ്സ് എ ഹ്യൂമൻ ടെൻഡൻസി ദാറ്റ് എങ്ങനെങ്കിലും നമുക്കൊന്ന് തിരിച്ചു കൊടുക്കണം, എങ്ങനെങ്കിലും കൊടുക്കണം. ചെയ്യരുത്. ഡോണ്ട് ബി ഡൂയിങ് ദാറ്റ്. ഇഫ് യു ഡു ദാറ്റ്, evil for evil, you would lose your peace. You cannot be enjoying your life. സത്യമാണ്. ഒന്ന് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ എല്ലാ കാര്യത്തിനും ഒരു സാവധാനത ഉണ്ടാകത്തില്ലയോ? ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എവിടെയെങ്കിലും വല്ലതും കണ്ടാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഏൽപ്പിക്കണം, അറിയിക്കണം. നേരിട്ട് നമുക്ക് പറയാനുള്ള ഗട്ട്സ് ഇല്ലെങ്കിൽ വാട്ട് വി വിൽ ഡൂ ഇസ് ദാറ്റ് ഏതെങ്കിലും ത്രൂ ഡിഫറെൻറ്റ് മീൻസ് നമ്മൾ അറിയിക്കാൻ ശ്രമിക്കും. അത് മറ്റേ വഴി കൂടെ ഒക്കെ പോയി ആളുടെ അടുക്കൽ എത്തുകയും ചെയ്യും. വൈ വി ഷുഡ് ബി ഡൂയിങ് ദിസ്? ഇത് ചെയ്യാതെ ഡോണ്ട് ബി റെസിപ്രോക്കേറ്റിംഗ് evil for evil. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. What is the next one? But always pursue what is good. 15 itself. Both for yourself and for all. But ever follow that which is good, both among yourselves and to all men. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ആ മനോഭാവം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നന്മ ചെയ്യണം. സത്യത്തിൽ ഇറ്റ്സ് എ ബിഗ് തിങ്. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും തിരികെ ലഭിക്കണമെന്നൊരു ഇച്ഛയില്ലാതെ നന്മ മാത്രമാണ് നാം ചെയ്യുന്നതെങ്കിൽ വി വുഡ് ബി റിജോയ്സിങ്. പക്ഷേ ആ ഒരു മനോഭാവം നമ്മളിന്നൊക്കെ അന്യപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ശരിക്കും സന്തോഷിക്കാൻ കഴിയാത്ത. ഐ കനോട്ട് ബി സ്റ്റാൻഡിങ് ഓൺ വിത്ത് ദാറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് വേഴ്സ് സെയിങ്? ദാറ്റ് വാസ് ദ ടിപ്സ് ഫോർ ടു ബി ജോയ്ഫുൾ ഓൾവേസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 5:17. Pray without ceasing. Pray without ceasing. Pray continuously. Pray unceasingly. Is it possible? നമുക്കത് ചെയ്യാൻ പറ്റുമോ? See, for a Christian, their attitude should be, their approach to life or their lifestyle should be, എല്ലായ്പ്പോഴും എവിടെ പോയാലും നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് through the help of Holy Spirit we can talk to God. നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകണം. For everything and anything we should be honoring God. എല്ലാത്തിനും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കരയറ്റണം. Praying doesn't mean that always you sit in a particular posture at a particular place. If you are getting time, you need to do that. അത് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തോ ചെയ്യാൻ പറ്റും? അവർക്ക് കഴിയുന്ന ഒരു ഭാഗമാണ് Ephesians chapter 6 and verse 18. That is what the servant of God was also telling, but I would be saying it in a different angle. Ephesians chapter 6 and verse 18, what does it say? Praying always with all prayer and supplication in the Spirit. The praying always with all prayer and supplication in the Spirit. ആത്മാവിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. Without the help of Holy Spirit, you can never be doing that. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിധത്തിൽ എപ്പോഴും ജാഗരിച്ച് കർത്താവിനെ ഓർത്തുകൊണ്ട് ചെറിയൊരു വിഷയം വരുമ്പോൾ, കർത്താവേ, how do I get over this crisis? What could I be doing? You need to make a small prayer. This is how you get connected with God. ദൈവത്തോട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ. You might be in a secular job, you might be in your college or university, wherever it is, in a school, പക്ഷെ അവിടെയാണെങ്കിലും you can be connected with God. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ that is what we call pray. കണ്ടിന്യൂവസ്ലി, നിരന്തരമായി പ്രാർത്ഥിക്കുക, നിരന്തരം ദൈവത്തോട് ജാഗരിച്ചിരിക്കുക, ദൈവത്തിൽ ശ്രദ്ധ വെക്കുക, ദൈവത്തെ ഉയർത്തുക. ഈ ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഒരിടത്തും നമ്മുടെ നാമം ഉയർത്തപ്പെടാതെ സൂക്ഷിക്കണം. One thing I remember, Joyce's grandfather, he was 99 years old when he passed away. 99 വയസ്സ് എനിക്കുണ്ടായിരുന്നു. ഞങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വന്നപ്പോൾ താൻ പറഞ്ഞ ഒറ്റ വാക്യതയേ ഉള്ളൂ, മോനെ, നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യമാണ്, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ക്രൂശിൻ്റെ മറവിൽ നിൽക്കണം.
Don't be coming in front of that. ക്രൂശിൻ്റെ ഫ്രണ്ടിൽ നിൽക്കേണ്ടത് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് നിൽക്കണം. നിങ്ങൾ അതിൻ്റെ പുറകെ നിൽക്കണം. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് ഭയങ്കര സംഭവമാണ്. നമ്മളെപ്പോഴെങ്കിലും മുന്നിൽ ഫോർ ഫ്രണ്ടിൽ ലൈം ലൈറ്റിൽ വി ട്രൈ ടു കം ഇൻ. ഐ ടെൽ യു, വിത്ത് അവർ വേർഡ്സ്, വിത്ത് അവർ റൈറ്റിംഗ്സ്, വിത്ത് വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി എ ഫ്ലോപ്പ്. എന്നാൽ കർത്താവ് തൻ്റെ ഓണർ ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. തനിക്ക് ലഭിക്കേണ്ടുന്ന ഓണർ തനിക്ക് തന്നെ കിട്ടണം. ഹല്ലേലൂയ. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ ബി പ്രേയിങ് കണ്ടിന്യൂവസ്ലി. എവിടെയായിരുന്നാലും യു ആർ വെരി വീക്ക്, ഒട്ടും വയ്യ, ഒത്തിരി ക്ഷീണമാണ്. ദാറ്റ് ഈസ് റൈറ്റ് തിങ്. But then I tell you, if you ask for the help of the Holy Spirit, ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടാൽ അപ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് മാറുന്നത്. Hallelujah. അതൊരു സവിശേഷതയുള്ളൊരു കാര്യമാണ്. When I was sitting there, I had so much severe pain in my hand. എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഒത്തിരി വേദനയാണ്. I was thinking now what to be doing with it. But now when I stand here, I tell you, hallelujah, because of the Holy Spirit, the power of the Holy Spirit, the authority vested in us, and the hallelujah, hallelujah, the chosen one, being a child of God, that brings in the power in us. നമ്മൾ പൊതുവെ ക്ഷീണമാണെങ്കിൽ ക്ഷീണം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഇരിക്കും. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയുടെ ഒരു സഹായം നമുക്കുണ്ട് എന്ന് ഓർത്തു കഴിഞ്ഞാൽ we would be empowered. That makes us lively. അതാണ് നമ്മൾ ജീവനായിട്ട് പരിണമിക്കുന്നത്. പലപ്പോഴും നമ്മൾ ക്ഷീണമാണെങ്കിൽ അത് മാത്രം പറഞ്ഞ് നമ്മളങ്ങ് ഒതുങ്ങിപ്പോകും. ഇത് സൈറ്റൻ്റെ ഇറ്റ്സ് എ ടാക്ടിക് ഓഫ് സൈറ്റൻ. So you need to pray continuously. And what is the next one? 18. In everything give thanks, for this is the will of God in Christ Jesus for you. For everything give thanks. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി കരയറ്റണം. നന്മ ലഭിക്കുമ്പോൾ മാത്രമല്ല, എല്ലാറ്റിനും നന്ദി, എല്ലാറ്റിനും നന്ദി. We need to be grateful to God. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു വാക്യം ഒന്ന് വായിക്കാമോ? ജോബ് chapter 1 and verse 21. ജോബ് chapter 1, യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. And he said, naked I came from my mother's womb, and naked shall I return there. The Lord gave, and the Lord has taken away. Blessed be the name of the Lord. നമ്മൾ പലപ്പോഴും ഈ പദം ഉദ്ധരിക്കുന്നവരാ, when Job was saying this, തനിക്ക് മൊത്തം നഷ്ടമായി. തൻ്റെ കുഞ്ഞുങ്ങൾ പോയി, ഒന്നല്ല രണ്ടല്ല, എനിക്കുണ്ടായിരുന്ന 10 പേർ, ഒരെണ്ണം പോലും അവശേഷിക്കാതെ എല്ലാം പോയി. ഉണ്ടായിരുന്ന പൊസഷൻസ് എല്ലാം പോയി. എല്ലാം പോയി കഴിഞ്ഞപ്പോഴേ താൻ കണ്ടെത്തിയ ഒരു പദമായത് ഭയങ്കരമാണ്. തിങ്ക് ഓവർ. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. സത്യമല്ലേ? നമ്മളൊന്നും ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടില്ല. നഗ്നനായിട്ട് ഞാനിവിടെ വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ഇനി എന്തൊക്കെ എനിക്കുണ്ടെങ്കിലും, എത്ര പൊസിഷൻസ് ഉണ്ടെങ്കിലും, എന്തൊക്കെയുണ്ട്, ഇതെല്ലാം ഞാൻ വിട്ടിട്ട് ഇവിടുന്ന് പോകുമ്പം, isn't it? I remember having read about Queen Elizabeth's death. Queen Elizabeth മരിച്ചു കഴിഞ്ഞപ്പം തൻ്റെ കിരീടമൊക്കെ അവരെന്തോ ചെയ്തു? മാറ്റിവെച്ചു. So many years she was ruling Britain. ഇത്രയും റൂളറായിരുന്ന ക്വീൻ എലിസബത്ത്, സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിക്കോണം, നഗ്നതയിൽ താൻ പോകുന്ന കണ്ടോ? എല്ലാ വിലപിടിപ്പുള്ളതും എടുത്ത് മാറ്റിവെച്ചു. ഉടുപ്പിച്ചിരുന്ന വസ്ത്രം അത് ജീർണിച്ചു പോകുമെന്ന് അവർക്കറിയാം. അതിട്ടുകൊണ്ട് പൊയ്ക്കോ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെട്ട് മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു. ഭയങ്കര വാക്കുകളില്ലയോ? അതോ ദൈവം തന്നതാ. നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാ. If you remember that, I tell you, ദൈവം തരുന്നതിൻ്റെ പുറത്ത് ദൈവത്തിന് അധികാരമില്ലയോ, അവകാശമില്ലയോ എടുക്കാൻ? യോബ് കണ്ടെത്തിയത് അതാണ്. ദൈവം തന്നു, ദൈവം എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. That is gratefulness to God, thankfulness to God. നോക്കിക്കോണേ, ഒരിക്കലും ചോദ്യം ചെയ്യാതെ he was thankful to God. നമുക്കങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. I tell you, നന്ദി കരയേറ്റാനാണെങ്കിൽ എത്രയോ നന്ദി കരയേറ്റാനുള്ള കാരണങ്ങൾ നമുക്കില്ലയോ? എത്രയോ കാര്യങ്ങളില്ലയോ? Even when we sit here, എത്രയോ പേര് സ്ട്രഗിൾ ചെയ്യുക. We went yesterday evening to see Joseph sir. He is back. അപ്പോൾ താൻ പറയുന്നത് തൻ്റെ ഒപ്പം അപ്പുറത്ത് കിടന്ന ആള് അവിടെ കിടന്നിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ വയ്യാതെ he was sent to ശ്രീ ചിത്ര തിരുനാൾ ഹോസ്പിറ്റൽ, SCTയിലേക്ക് തന്നെ അയച്ചു. കുറച്ചുകൂടെ സീരിയസ് ലെവലിലേക്ക് താൻ പോയി. And he was saying that
ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ബൈ മേഴ്സി ഓഫ് ഗോഡ്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഐ കുഡ് കം ബാക്ക്. ദാറ്റ് ഈസ് താങ്ക്ഫുൾനെസ് ടു ഗോഡ്. യുനോ, നമ്മുടെ ചികിത്സയുടെ ആധിക്യത്താലോ നമ്മുടെ ഏതെങ്കിലും പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല നമ്മളൊക്കെ നിലനിൽക്കുന്നത്. ഇഫ് യു തിങ്ക് ഓവർ ഇൻ ദാറ്റ് വേ, ഐ ടെൽ യു, യു നീഡ് ടു ബി താങ്ക്ഫുൾ ടു ഗോഡ്. നമുക്ക് നന്ദി കരേറ്റാൻ വല്ല വിഷയങ്ങളുണ്ടോ? എത്രയോ കാര്യങ്ങളുണ്ടല്ലേ. നമുക്ക് തതുല്യരായിട്ടുള്ളവർ, ഒരു വേളയിൽ നിന്നവർ, എത്രയോ പേര് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. So many are struggling for their lives. I remember having met one architect while we were in Kochi. His name is Sunil. He is the one who, താനാണ് അവിടുത്തെ ടൊയോട്ട ബിൽഡിംഗ് ഒക്കെ താൻ ഡിസൈൻ ചെയ്തതാണ്. വലിയ ടൊയോട്ട ബിൽഡിംഗ് ഇൻ കൊച്ചി. തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ആർക്കിടെക്റ്റ്, ഹി വാസ് സെയിങ്, ഈ ആർക്കിടെക്റ്റ് സോ എഫിഷ്യൻറ്റ്, ഞാൻ പറയുക ഞങ്ങളെക്കാളൊക്കെ മിടുക്കനായ ആർക്കിടെക്റ്റ് ആയിരുന്നു. താനൊരു ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ആ സ്ട്രക്ചർ നോക്കുന്ന വേളയിൽ താൻ ബിൽഡിങ്ങിന് താഴെ പോയി. ഈ പെടലിക്ക് താഴെ മൊത്തം തളർന്ന് കിടക്കുക, എത്രയോ വർഷങ്ങളായി കിടക്കുക. സോ ഡു വി ഹാവ് റീസൺസ് ടു ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്? ദൈവത്തിന് നന്ദി കരേറ്റാൻ വലിയ കാരണങ്ങളൊക്കെ ഉണ്ടോ? എത്രയോ കാരണങ്ങളുണ്ട്. ഇന്ന് രാവിലെയും ആരോഗ്യത്തോടെ നമ്മെ നിർത്തുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് നന്ദി കരേറ്റുന്നൊരു ഹൃദയം നമുക്കുണ്ടാകണം. ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് ദ വിൽ ഓഫ് ഗോഡ്. ദാറ്റ്സ് വാട്ട് ഇതൊക്കെ എന്തൊക്കെയാ? വിൽ ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഈസ് ഫോർ us to be rejoicing. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. വാട്ട് വാസ് ദ സെക്കൻഡ് തിങ്? പ്രേയിങ് കണ്ടിന്യൂവസ്ലി. ആൻഡ് വാട്ട് ഇസ് ദ തേർഡ് തിങ്? എവ്രിതിങ് ഗിവ് താങ്ക്സ്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്താ ഭവിക്കാൻ പോകുന്നത് വി ഡോണ്ട് നോ, ബട്ട് ബീങ് എ ക്രിസ്ത്യൻ നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകണം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ആർ വി ഗോയിങ് ത്രൂ ദിസ് ഫേസ് ഓഫ് അവർ ലൈഫ് ഓർ സംവെയർ വി ആർ സ്ട്രഗ്ലിംഗ്? ഉണ്ടെങ്കിൽ സന്തോഷിപ്പാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. പ്രാർത്ഥിക്കാൻ ന്യായമായിട്ട് എപ്പോഴും ദൈവത്തോട് കണക്റ്റഡ് ആയിരിക്കാൻ എത്രയോ കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. ആൻഡ് വി നീഡ് ടു ബി താങ്ക്ഫുൾ ടു ഗോഡ്. നന്ദിയുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മെ സംബന്ധിച്ച് ഇച്ഛിക്കുക. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. When I was going through this verses, ഒരു ഹിന്ദി പാട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. I don't know whether I can sing it to the full. കാരണം ഞാൻ when I start singing എനിക്ക് പലപ്പോഴും എൻ്റെ ഉള്ളൊക്കെ പൊട്ടും. For the love of Lord. यीशु तेरे करीब आने से जिंदगी मेरी बदल गई. यीशु तेरे करीब आने से जिंदगी मेरी बदल गई. यीशु तेरे छूने से जिंदगी मेरी संवर गई. यीशु तेरे छूने से जिंदगी मेरी संवर गई. तूने मुझे है बचाया, तूने मुझे है सहलाया, तूने मुझे है बचाया, तूने मुझे सहलाया. मैं धन्यवाद करता रहूंगा, मैं धन्यवाद करता रहूंगा, मैं धन्यवाद करता रहूंगा. यीशु धन्यवाद करता रहूंगा. धन्यवाद 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 धन्यवाद. मैं जो पापों में डूबा हुआ था और जो तुझसे दूर हुआ था,
मैं जो पापों में डूबा हुआ था, तुझसे दूर हुआ था, तूने मुझे है छुड़ाया, अपनी राह में चलाया, तूने मुझे है छुड़ाया, अपनी राह में चलाया। मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा, मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा। धन्यवाद 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 धन्यवाद। यीशु ने ऐसा प्रेम जताया, मुझको अपना बेटा बनाया, यीशु ने ऐसा प्रेम जताया, मुझको अपना बेटा बनाया, अपना लहू बहाया, जीवन नया दिलाया, अपना लहू बहाया, जीवन नया दिलाया। मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा, मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा, मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा। धन्यवाद 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 धन्यवाद। मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा, मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा, मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा, मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता। ओ धन्यवाद 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 धन्यवाद। हालेलुया।